കൊല്ലം അഞ്ചൽ ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും തമ്മിൽ കയ്യാങ്കളി. കയ്യേറ്റത്തിൽ ഇരുവർക്കും പരിക്കേറ്റു. കേരള കോൺഗ്രസ് നേതാവാണ് ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആയൂർ ബിജു. CPM ഇടമുളയ്ക്കൽ LC സെക്രട്ടറിയാണ് അമൽ വർഗീസ്. ഇരുവരും തമ്മിലാണ് ബാങ്കിന് മുന്നിൽ വെച്ച് വാക്കേറ്റവും കയ്യേറ്റവും ഉണ്ടായത്. തർക്കത്തെ തുടർന്ന് രണ്ടുപേർക്കും പരിക്കേറ്റു. ഇരുവരും ആശുപത്രികളിൽ ചികിത്സയിലാണ്. ബാങ്ക് ജപ്തി നേരിടുന്ന വസ്തുവിൽ നിന്ന് ബാങ്ക് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മരങ്ങൾ മുറിച്ചുമാറ്റുന്നുവെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം CPM പ്രവർത്തകർ മരം മുറിച്ചുമാറ്റുന്നത് തടയുകയും CPMന്റെ കൊടികുത്തുകയും ചെയ്തിരുന്നു. കുത്തിയ കൊടി ആയൂർ ബിജു കഴിഞ്ഞ രാത്രിയിൽ എടുത്തുമാറ്റിയെന്നാരോപിച്ചായിരുന്നു ബാങ്കിന്റെ മുന്നിൽ വെച്ച് ഇരുവരും തമ്മിൽ വാക്കേറ്റവും ഏറ്റുമുട്ടലും ഉണ്ടായത്. പരിക്കേറ്റ ഇരുവരും ആശുപത്രിയിൽ ചികിത്സ തേടി. ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ കഴിഞ്ഞ തവണ നടന്ന തെരഞ്ഞെടുപ്പിൽ വിമത കോൺഗ്രസിനോടൊപ്പം ആയൂർ ബിജുവും ചേർന്ന് മത്സരിക്കുകയും വിമത കോൺഗ്രസ് വിഭാഗം വിജയിക്കുകയും തുടർന്ന് ആയൂർ ബിജു ബാങ്ക് പ്രസിഡന്റ് ആവുകയുമായിരുന്നു. CPM നേതാവ് അമൽ വർഗീസിന്റെ നേതൃത്വത്തിൽ 10ഓളം പേർ ബാങ്കിന്റെ കോമ്പൗണ്ടിൽ കയറി തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് ആയൂർ ബിജു പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് എന്നോട് ശത്രുതയില്ല എന്ന് പറയുമ്പോൾ ഈ അമൽ വർഗീസ് എന്ന് പറയുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും അവിടെയുള്ള ആ പ്രദേശത്തുള്ള 3-4 പേരും ചേർന്ന് നിരന്തരമായി എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എനിക്ക് എൻ്റെ ജീവന് ഭീഷണിയുണ്ട്. നാളുകളിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പോലും എനിക്ക് ഭീഷണിയുണ്ട്. എനിക്ക് ഭയമുണ്ട്. അടിയന്തരമായി പോലീസ് ഇക്കാര്യത്തിൽ ഇടപെടണം. എന്നാൽ മർദ്ദിച്ചുവെന്നുള്ള ആയൂർ ബിജുവിന്റെ ആരോപണത്തിൽ കഴമ്പില്ലെന്നും ബിജുവാണ് തന്നെ മർദ്ദിച്ചതെന്ന് അമൽ വർഗീസും പറഞ്ഞു. അത്തരത്തിൽ അദ്ദേഹത്തെ വലിയ രീതിയിൽ ആക്രമിച്ചു എന്ന തരത്തിലേക്കുള്ള വാർത്തയെല്ലാം വന്നത് വാസ്തവാവിരുദ്ധമായ കാര്യമാണ്. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല. അവിടെ ഒരു സംഘർഷ സാധ്യത ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ പ്രകോപനപരമായ രീതിയിലുള്ള പെരുമാറ്റം മൂലമാണ്. പാർട്ടിയെ വെല്ലുവിളിച്ച് സംസാരിക്കുന്ന സമീപനമെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു സംഘർഷം നടന്നിട്ടുള്ളത്. ഈ പറയത്തക്ക നിലയിലുള്ള വലിയ സംഘർഷത്തേക്ക് ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം വരുന്ന തരത്തിലേക്കുള്ള വലിയ സംഘർഷത്തിലേക്ക് ഉണ്ടായുള്ള സാഹചര്യമൊന്നും നിലവിലവിടെ ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.